എല്ലാവർക്കും നമസ്കാരം. ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് അച്ചപ്പാണ്. ഇത് കണ്ടാണ്, ഇത് അച്ചപ്പത്തിന്റെ അച്ചാണ്. അപ്പൊ ഇതിനെ കൊണ്ട് എല്ലാവർക്കും ഒരേ അച്ചപ്പം എന്നുള്ള സാധനം നമുക്ക് ഇവിടെ എല്ലാം വാങ്ങിയിടുന്നതാണ്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ അച്ചപ്പം. അപ്പൊ ഇത് കൊണ്ടാണ് ഇന്ന് നമ്മള് അച്ചപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇത് ഇവിടെ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഈ കണക്കിലാണ് അരി. 4 ഗ്ലാസ് അരി. ഈ 4 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് മൈദ. അപ്പോൾ നമ്മൾ ഒരു 6 ഗ്ലാസ് ഈ ഗ്ലാസ്സിൽ അരി എടുക്കുന്നതെങ്കിൽ 3 ഗ്ലാസ് മൈദ, അങ്ങനെ. അപ്പോൾ ഈ അരിക്ക് പകുതി മൈദ. അപ്പോൾ നമ്മൾ അച്ചപ്പത്തിൻ്റെ കൂട്ട് റെഡിയാക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരക്ക് ഒരു മുട്ട. ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം, നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ മുട്ട പുറത്തെടുത്തേക്ക് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഈ 4 ഗ്ലാസ് അരിപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഇത് ബീറ്റ് ചെയ്തതിൻ്റെ അകത്ത് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, 4 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. നല്ല വെള്ള കളറാകുന്ന വരെ ബീറ്റ് ചെയ്തതിന് ശേഷമാണ് അരിപ്പൊടി ഇട്ട്. അതിന് ശേഷം മൈദ, 4 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് മൈദ എന്ന കണക്കിലാണ് ഇടേണ്ടത്. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അങ്ങനെ കൈ കൊണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ കൂട്ട് എന്ന് പറയുമ്പോൾ ഈ സ്പൂണിൻ്റെ മേലെ പറ്റണം കേട്ടോ, ഇതുപോലെ. ഇതാണ് കൂട്ടിൻ്റെ പാകം. സ്പൂണിൻ്റെ മേലെ ഇങ്ങനെ പറ്റി നിൽക്കണം. ഇത് എത്ര കട്ടിയിൽ ആണ് കലക്കേണ്ടത്, ഇതാണ് പാകം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഇത് ഏലക്കായും പഞ്ചസാരയും പൊടിച്ച് വെച്ചതാണ്, അത് കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം, ആവശ്യത്തിന് ഉപ്പ്. പഞ്ചസാര ഓരോരുത്തർ ഇഷ്ടത്തിന് ചേർക്കാം. നമ്മൾ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉപ്പും മധുരവും ചേർന്നിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന് ചേർക്കുക. പിന്നെ എള്ള് ചേർത്ത് കൊടുക്കുക. മധുരം കൂടുതൽ വേണമെന്ന് വെച്ചാൽ നമുക്ക് മധുരം കൂടുതൽ ഇട്ട് കൊടുക്കാം. നമുക്ക് സാധാരണ ഒരു മധുരം മതി, ഒരുപാട് മധുരമൊന്നും രസം ഉണ്ടാവില്ല അച്ചപ്പത്തിന്. ഉപ്പും മധുരവും ഏകദേശം ഒരു കറക്റ്റ് വേണ്ടു. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇത് മുങ്ങാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുങ്ങി കിടക്കണം. ഇത് ചൂടാകുന്ന വരെ നമുക്കിത് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊണ്ട് വേണം വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചൂടാകുന്നത് വരെ അത് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇത് ചൂടായിട്ടുണ്ട്, നമുക്ക് മുക്കി നോക്കാം. അപ്പോൾ ഇത് എടുക്കുക, ചൂടായ വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കുക, നേരെ കൂട്ടിലേക്ക് പോവുക. ഒച്ച കണ്ട, ശീതളരച്ച ഇതാക്കി വെക്കുക. ഏകദേശം വരുന്ന സമയത്ത് തന്നെ അടുത്ത ഇളകി തനിയെ ഇളകി വരും കണ്ടാ. മറിച്ചിട്ട് വെക്കാം, വെയിറ്റ് ചെയ്യാം. കുറച്ചൊരു ബ്രൗൺ കളറാവണം. ചൂടാല് കുറവാണെന്നല്ലേ. അപ്പോൾ ഇതാ ഒരു അപ്പായിട്ടുണ്ട്. നമുക്കതുപോലെ അടുത്തത് ചുട്ടെടുക്കാം. നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ തിളച്ച് കണ്ടോ, ഒരച്ച കണ്ടോ. അതെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതെല്ലാം ചുട്ടെടുക്കാം. ഇതങ്ങനെ അച്ചപ്പങ്ങൾ റെഡിയായി വരുന്നുണ്ട്. ഇത്ര അച്ചപ്പായിട്ടുണ്ട്. അടുത്തത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ അച്ചപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. കുട്ടിയൊക്കെ വൈകുന്നേരം ചായ കൊടുക്കാനെല്ലാം കൂടി ഉണ്ടാക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാധനം. അത് ഇതിൻ്റെ റെസിപ്പി കുറച്ചേ വേണ്ടു. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, വളരെ കുറച്ച് സമയം വേണ്ടു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.